ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഓക്കെ, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇത് നാളേക്കുള്ള ഗൈഡൻസ് ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇന്ന് പറ്റുമ്പോഴൊക്കെ ഞാൻ റീഡിങ് ഇടുന്നുള്ളൂ. എനിക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഒരുപാട് വർക്ക് ഉണ്ട് എൻ്റെ വേറെ. അതുകൊണ്ടാണ് എനിക്ക് എനർജി എല്ലാത്തിനും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ശരി, ഇന്നിപ്പോൾ തോന്നി ചെയ്യണം എന്ന് ഞാൻ ഇരിക്കുന്നുണ്ട്. നാളേക്കുള്ള ഗൈഡൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പം നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം അല്ലേ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നാളേക്ക് നേരത്തെ കാണുകയാണെന്ന് വിചാരിച്ചാൽ മതി. സോറി, കാലത്ത് ഇടുന്ന പോലെയല്ല, എന്നാലും ഓക്കെ. നാളത്തെ നിങ്ങളുടെ എനർജി അതിന് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ബൈ ദ വേ ഐ തിങ്ക് ഫുൾ മൂൺ വരുന്നുണ്ട് 11th, അതായത് ബുധനാഴ്ചയാണെന്നാണ് തോന്നുന്നു. ഫുൾ മൂണിൻ്റെ വീഡിയോസൊക്കെ പഴയതിൻ്റെ റെമഡീസൊക്കെ ഞാൻ പണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ പ്ലീസ് എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫുൾ മൂൺ എന്നുള്ള ഇത് കാണും, പ്ലേലിസ്റ്റ് കാണും. അപ്പോൾ അതിൽ കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങളൊന്ന് ചെയ്യാൻ തുടങ്ങാൻ നേരത്തെ തന്നെ. ഓക്കെ, ഞാൻ റീഡിങ്സ് അധികം പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, ലെജൻസ്, sensuality, okay, moving forward, get ready for change, okay, choices, make the best choice, and battle of the blues. Okay, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ചോയ്സസ് ഉണ്ടാവാം. നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടാവും ചില കാര്യങ്ങളിൽ. അതിപ്പോൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യത്തിലും ആയിരിക്കാം അല്ലേ. നിങ്ങൾ ജോലിയുടെ എന്തെങ്കിലും ചോയ്സ് ആയിരിക്കാം, എന്ത് ചെയ്യണം എന്നുള്ള ചോയ്സ് ആയിരിക്കാം, പഠിക്കാൻ എന്തെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ ചോയ്സുകളായിരിക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലാത്തവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഓക്കെ, നിങ്ങളുടെ എന്താണ് ചെയ്യേണ്ടത്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ എന്താവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ചോയ്സിൻ്റെ സമയമാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ആ ഒരു ചോയ്സ് പക്ഷേ ഒരു തീരുമാനം എടുക്കാം അല്ലേ. ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കണോ ജോലിക്ക് പോകണോ. സോ പലതരത്തിലുള്ള ഐ തിങ്ക് കൺഫ്യൂഷനാണ് നിങ്ങളുടെ മൈൻഡിൽ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. അപ്പം ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചോയ്സ് എടുക്കാൻ ഉള്ള സമയമായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ ചോയ്സ് എപ്പോഴും എപ്പോഴും അങ്ങനെയാണല്ലേ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് അത്ര എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബാറ്റിൽ ഓഫ് ബ്ലൂസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ഒരു വിഷമം തോന്നുന്ന തരത്തിൽ നിങ്ങളൊരു ഫീലിംഗ് വല്ലാതെ ഡള്ളായിട്ട് ഫീൽ ചെയ്യുക. എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ടയേർഡായി പോവുക, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നുക. ചിലത് നമ്മൾ വിട്ട് കളയേണ്ടതുണ്ടാവും. എപ്പോഴും ചോയ്സസ് എടുക്കുമ്പോൾ അതാണല്ലോ, ഒന്ന് നമ്മൾ വിട്ട് കളയണം, ഒന്നിനെ നമ്മൾ ചൂസ് ചെയ്യുക എന്ന രീതിക്കല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു മാറ്റം നമുക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വല്ലാതൊരു വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടമായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ബാറ്റിൽ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ ബ്ലൂ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സാഡ് എന്ന രീതിയിലാണ്. ഓക്കെ, നമ്മൾ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൺഡേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോകാനൊരു മടി ഉണ്ടാവില്ലേ. മടി മാത്രമല്ല, ഒരു വിഷമം അല്ലേ. സോ ആ ഒരു ഡള്ളായിട്ടുള്ളൊരു ഫീലിംഗ് അതിലിരിക്കുന്ന പോലെയാണ്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടേക്ക് സ്റ്റെപ്സ് ടുവേർഡ്സ് പോസിറ്റീവ് ചേഞ്ച്. ഓക്കെ, എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, ഈ ഒരു ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ വേറെന്തോ നല്ലത് വരാനാണ് എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കാം. ഓക്കെ, എന്തോ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്, ചില മാറ്റങ്ങൾ നമുക്ക് നല്ലതിനായിരിക്കും എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ മൂവിങ് ഫോർവേഡും ഉണ്ട്. സോ യെസ്, നിങ്ങൾ അത് രണ്ടും പറയുന്നത് തന്നെയാണ്. ടുവേർഡ്സ് പോസിറ്റീവ് ചേഞ്ച് ആൻഡ് ടുവേർഡ്സ് രണ്ടിലും ഒരേ വാക്കായിരുന്നു, ഞാൻ എപ്പോഴാണ് പെട്ടെന്ന്. മൂവിങ് ഫോർവേഡ്, ഗെറ്റ് റെഡി ഫോർ പോസിറ്റീവ് ചേഞ്ച് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടുവേർഡ്സ് പോസിറ്റീവ് ചേഞ്ച്. രണ്ടും ആൻഡ് കളറും നോക്കും ബ്ലൂ ആണ്. സോ അഗൈൻ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയോ ശരിക്കും പറഞ്ഞാൽ ഒരു പ്യൂരിറ്റി, നമ്മുടെ ഒരു ശാന്തത, കാമായിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, കാമായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഈ തീരുമാനം എടുക്കാൻ നിങ്ങൾ വളരെ ഇമോഷണൽ ആയി പോകരുത്. ഇമോഷണലും ആവരുത്, ഓവർ പ്രാക്ടിക്കലും ആവരുത്. ഓക്കെ, ഒരു ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശരി നല്ലത് ഇതാണോ ഏതാണ്, നിങ്ങൾ നല്ലോണം ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഈ തീരുമാനം എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കാണുന്ന ഒന്ന് നിങ്ങളോട് പറയുന്ന സെൻഷ്വാലിറ്റി, എക്സ്പ്രസ് യുവർ സെൻഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് ഐഡിയാസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഐഡിയാസ് ഉള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ടാലൻസ് ഉണ്ടാവും നിങ്ങൾക്ക്, അതിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ യൂസ് ചെയ്യുക. നിങ്ങൾ ടാലൻസ് ഒക്കെ യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല ലേൺ ഫ്രം ദോസ് ഹു ഇൻസ്പയർ യു എന്നും പറയുന്നുണ്ട്. ഓക്കെ,
ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കാനായാലും നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ കാര്യത്തിനെ കുറിച്ച്. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ലേൺ ഫ്രം ദോസ് ഹു ഇൻസ്പയർ യു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും ലൈക്ക് ലൈഫ് എടുത്ത് നോക്കുക. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോൾ നിങ്ങളുടെ പാരൻസ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ അവർ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് കണ്ട ഒരു ഇൻസ്പിറേഷൻ തോന്നില്ലേ, നമുക്ക് അവരെ പോലെ ആവണം ഞാനും, ഒരു ധൈര്യം വരണം എനിക്ക്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അവരെ വല്ലവരെയൊക്കെ ഓരോരുത്തരും നമ്മുടെ ലൈഫിലുണ്ടാവും അല്ലേ, നമ്മൾ കണ്ടിട്ട് അഡ്മയർ ചെയ്യുന്ന. ഈവൻ ചിലപ്പോൾ വല്ല മൂവി സ്റ്റാർ ആയിരിക്കാം, ഏതെങ്കിലും ആക്ട്രസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പീച്ചൊക്കെ കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം, പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, എന്താ പറയുക, ആരും ആവാം. ഓക്കെ, സ്പിരിച്വൽ ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഗുരുക്കന്മാർ പോലത്തെ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടാവാം. ഈവൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് ലൈഫിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഫീൽഡിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. അവരെ കണ്ട് പഠിക്കാനാണ് പറയുന്നത്. അവരെങ്ങനെയാണ് അവരെ ലൈഫിൽ മുന്നോട്ട് വന്നത് അത് നോക്കി നിങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അവരും ഇതേപോലത്തെ ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. അല്ലാതെ അവരും സിമ്പിളായിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റോ അങ്ങനെ യൂട്യൂബിൽ സ്റ്റാറായി അല്ലെങ്കിൽ ഒരു ആക്ടറായി ആക്ട്രസ്സായി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോ എല്ലാത്തിനും സ്റ്റെപ്സ് അവരും കടന്നു പോയിട്ടുണ്ടാവും. സോ അവരെ ലൈഫ് മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ നിങ്ങൾ എടുക്കുക. ഈവൻ നിങ്ങളുടെ ഓൺ ഫാമിലിയിലും ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ അവരും ഇതുപോലത്തെ ഘട്ടങ്ങൾ കടന്നുപോയി ചിലപ്പോൾ മുന്നോട്ട് വന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ലൈഫ് കണ്ട് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നുവെച്ചാൽ വിഷമിച്ചിരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങളെ ഒന്ന് അവനവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. ഫുൾ മൂൺ, ആക്ച്വലി ഫുൾ മൂൺ തന്നെയാണ് ഇപ്പോൾ വരുന്നത്, ഇതും ന്യൂ മൂൺ. ഓക്കെ, ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ് ആൻഡ് പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്. ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ഓക്കെ, നിങ്ങൾ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞല്ലോ, ആ തീരുമാനം നിങ്ങളുടെ എന്തായാലും വരും. ഓക്കെ, നമ്മൾ യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് അത് എടുപ്പിക്കും എന്തായാലും. ഓക്കെ, നിങ്ങളെ നിങ്ങൾ എത്ര നമ്മളത് ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു സ്റ്റെപ്പ് എടുക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമ്മൾ എത്ര മടിച്ചു നിന്നാലും യൂണിവേഴ്സ് നമ്മളെ പുഷ് ചെയ്ത് അവസാനം അത് എടുപ്പിക്കും. അതങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങളത് എത്ര റെസിസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ മുഴുവൻ വരുന്നത്. ഓക്കെ, നമ്മൾ ശരി ഇതാണ് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാം കുറെ കൂടി സമയം നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് തോന്നും. ഓക്കെ, എന്തായാലും ടഫ് സൈക്കിൾ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടഫ് ആയിട്ടുള്ള ഒരു പീരീഡ് കഴിയാൻ പോകുന്നു, മാറ്റം വരാൻ പോകുന്നു. അതൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു പോസിറ്റീവ് ചേഞ്ചസിന്റെ 2 കാർഡാണ് വന്നത്. സോ യെസ്, പോസിറ്റീവ് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ന്യൂ സ്റ്റാർട്ടും പറയുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ന്യൂ സ്റ്റാർട്ട് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇത് ഫുൾ മൂൺ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ക്യാപ്രിക്കോണിലല്ല, ബട്ട് എന്നാലും ഫുൾ മൂൺ വരാൻ പോകുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് അടുത്ത ന്യൂ മൂൺ, അത് അടുത്ത അമാവാസി. അപ്പോൾ ഈ ഒരു 15 ദിവസം നിങ്ങൾ പിടിച്ചോളൂ. ഈ 11th തൊട്ട് അടുത്ത 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ് എന്നും പറയുന്നത് ഇതും ന്യൂ മൂൺ ആണ്. സോ യെസ്, ഡെഫിനറ്റ്ലി ഇവിടെ 2 പ്രാവശ്യം ന്യൂ മൂൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ ഇപ്പം ഈ ഫുൾ മൂണിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിക്കാനുള്ള സാധ്യതയാണ്. പക്ഷെ അത് അവസാനിക്കുന്നത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ലതല്ലാത്തതായിരിക്കും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത്. റിലീസ് ചെയ്ത് കളയാം. ഓക്കെ, ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞേക്കുക. നിങ്ങൾ കുറച്ച് റിച്വൽസ് ഒക്കെ ഞാൻ എന്താ പറയുക സ്റ്റെപ്സ് ഞാൻ ഇട്ടത് പ്ലീസ് എടുത്ത് കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അബണ്ടൻസ്, നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം, നല്ല മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.